ഇപ്പോൾ നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ തമ്പാനൂർ ഇൻസ്പെക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഇതൊരു ഡബിൾ സൂസൈഡ് കേസാണോ ഒരു ഹോമിസൈഡ് സൂസൈഡ് കേസാണോ എന്ന്. തമ്പാനൂർ ഇൻസ്പെക്ടർ അകത്ത് റൂമിലകത്തുണ്ട്. ഇഞ്ചുറീസ് മാർക്ക് ചെയ്യാനുണ്ട്. ഇഞ്ചുറീസ് നോക്കിയിട്ട് മാത്രമാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂരാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് കൊടിയിൽ ടൂറിസ്റ്റ് ഹോം എന്ന ടൂറിസ്റ്റ് ഹോമിൽ ഒരു യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. രാവിലെ 7:30 ഈ ഒരു സംഭവം ഉണ്ടാകുന്നു. നമുക്ക് ഏറ്റവും ഇപ്പോൾ പുതിയതായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചതുപോലെ 52 വയസ്സുള്ള സി കുമാരൻ എന്ന് പറയുന്ന ആൾ 42 വയസ്സുള്ള ആശ എന്ന യുവതിയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഇത് ഒരു ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തമ്പാനൂർ പോലീസ് നിലവിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രാഥമികമായുള്ള വിവരങ്ങളെല്ലാം തന്നെ അല്പസമയത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് രാവിലെ 7 മണിക്ക് പോലീസ് സ്റ്റേഷൻ ഒരു വിവരം കിട്ടിയിരുന്നു. ലോഡ്ജിൽ 204 റൂം നമ്പർ താമസിച്ചിരുന്ന ആൾ ഓപ്പൺ ചെയ്യുന്നില്ല പറഞ്ഞിട്ട് ഒരു വിവരം കിട്ടിയിട്ട് പോലീസ് പാർട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് പാർട്ടി ഇവിടെ എത്തിയിട്ട് ഡോർ ഓപ്പൺ ചെയ്ത സമയം 2 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അന്വേഷിച്ചിട്ട് മനസ്സിലായത് ഒരു 51 വയസ്സുള്ള ഒരു കുമാരനും ഒരു 42 വയസ്സുള്ള ഒരു ആശ, 2 പേര് പേയാട് സ്വദേശികളാണ്. ഈ 2 പേർ മൃതദേഹങ്ങളാണ് റൂമിൽ കണ്ടെത്തിയത്. അത് കഴിഞ്ഞിട്ട് ACP ഫോർട്ട് ഉടൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ സയൻറ്റിഫിക് ടീമും ഫിംഗർ പ്രിൻറ്റ് ടീമും ഡോഗ് സ്ക്വാഡ് ഫോട്ടോഗ്രാഫർ ഇവിടെ എത്തി. ഇപ്പോൾ നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ തമ്പാനൂർ ഇൻസ്പെക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഇതൊരു ഡബിൾ സൂസൈഡ് കേസാണോ ഒരു ഹോമിസൈഡ് സൂസൈഡ് കേസാണോ എന്ന്. ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടന്ന ശേഷമാണ് ഇഞ്ചുറീസ് പൂർണ്ണമായിട്ട് മാർക്ക് ചെയ്തിട്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് മനസ്സിലാക്കാൻ പറ്റും. റിലേറ്റീവ്സ് 2 കൂട്ടത്തിലെ റിലേറ്റീവ്സ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇൻക്വസ്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തമ്പാനൂർ ഇൻസ്പെക്ടർ അകത്ത് റൂമിലകത്തുണ്ട്. ഇഞ്ചുറീസ് മാർക്ക് ചെയ്യാനുണ്ട്. ഇഞ്ചുറീസ് നോക്കിയിട്ട് മാത്രമാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മൊത്തം അന്വേഷിക്കാനുണ്ട്. ഇപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടത്തിയത്. പൂർണ്ണമായിട്ടുള്ള അന്വേഷണം നടത്തിയത് മാത്രമാണ് എന്താണ് സംഭവിച്ചത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. എന്തായാലും ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് ഇവർ 2 പേരും ഇവിടെ മുറിയെടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരും നിലവിലിപ്പോൾ നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ ഹോട്ടൽ ജീവനക്കാർ, ഈ ടൂറിസ്റ്റ് ഹോം ജീവനക്കാർ ഇവർ മുറി തുറക്കാത്തതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പോലീസ് വന്നതിന് ശേഷമുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശയുടെ ദേഹത്ത് വലിയ രീതിയിലുള്ള മുറിവ് ഉണ്ടായിരുന്നു. കഴുത്തറുത്ത നിലയിലായിരുന്നു അവർ കിടന്നിരുന്നത്. അർദ്ധ നഗ്നയായിട്ടായിരുന്നു അവരുടെ ശരീരമുണ്ടായിരുന്നത്. അതുകൂടാതെ ഈ കുമാരൻ എന്ന് പറയുന്ന വ്യക്തി തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു അവരെ കാണപ്പെട്ടിരുന്നത്. എന്തായാലും പോലീസിൻ്റെ ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഈ ടൂറിസ്റ്റ് ഹോമിൽ വന്ന് വിശദവിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുന്നതാണ്. എന്തായാലും ഇവർ 2 ആളും, ഈ ആശയും സി കുമാരനും ഒരേ നാട്ടുകാരാണ്, അതായത് പേയാട് സ്വദേശികളാണ്. ഈ സി കുമാരൻ കൈരളിയിലുള്ള ഒരു ജീവനക്കാരനാണ്, ടെക്നിക്കൽ ജീവനക്കാരനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ഈ ഒരു സംഭവം കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ അല്പസമയത്തിന് ശേഷം പുറത്തു വരും. എന്തായാലും 2 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ തകൃതിയായി തന്നെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ നിലവിലിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ ഒരു സംഭവം കൊലപാതകമാണോ അല്ലെങ്കിൽ ഈ ഒരു മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകുമെന്നാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.